ഇപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട്. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്യാനുള്ള മടിവുണ്ട്. ഇവിടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെറുതെ വന്ന് നിന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാലറി മേടിക്കാൻ. അതാണ് അവൻ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചത്. മനസ്സിലായോ നിങ്ങക്ക്? ഇതാകുമ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ നിന്നാ മതി. ഞാൻ തത്സമയം വരുമ്പോ മാത്രം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് പോവാം. സാലറി ഓ കൈനീട്ടോ. ഞാൻ കൈനീട്ട് ഒരെണ്ണം തരാം. ഞാൻ ഗ്യാങ് ഹൗസിനകത്തോട്ട് വണ്ടി എടുത്തോട്ടെ. 1 മിനിറ്റ്. എടാ അയ്യോ അത് ആരാ ഇടിച്ചേ? ഹലോ കണ്ണ് അകത്തോട്ടാണോ വരുന്നത്? ഓ അല്ല, ഞാൻ ഇനി പുറത്തോട്ട് പോണം. എടാ ഇവനെ കാണുന്നില്ല സിനിമോനെ. ദൈവം വണ്ടി കൊടുക്കാൻ പറഞ്ഞോ? എന്ത് വണ്ടി കൊടുക്കാൻ? ആരാ ഓണർ? ആരാ വണ്ടിയുടെ? എടാ വന്നേ ബാബു വന്നേ. എടാ ബാബു, ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ. ഞാൻ എന്നും ഈ വണ്ടി ഓടിക്കുമ്പോഴേ നിനക്ക് ഈ സൈഡിൽ ഇരിക്കുമ്പോ നിനക്കൊരു മുതലാളി ഫീലും ഞാനൊരു ഡ്രൈവർ ഫീലും ആണെന്ന് നിനക്ക് തോന്നാറുണ്ടല്ലേ മനസ്സില്? 3 വർഷമായിട്ട് മലയാളി വണ്ടി ഓടിക്കുമ്പോ ഞാൻ ഇവിടെ മൊബൈലിൽ മെസ്സേജ് വായിച്ചപ്പോ വെച്ച് ഞാൻ എന്റെ എന്റർടൈൻമെന്റിലല്ലേ ഫുള്ള് AC കൊള്ളാം, ചാരി കിടക്കാം, എത്ര ലോങ് വേണോ പറ്റിയ പോലെ മലയാളി വണ്ടി ഓടിക്കും. എനിക്ക് ഒരു പണിയില്ല. സത്യത്തിൽ ഇതിൽ ആരാ തൊഴിലാളി? എടാ അതാ ശരിക്കും വണ്ടി പ്രേമികൾക്കേ അത് മനസ്സിലാവത്തുള്ളൂ. മമ്മൂട്ടിക്ക് ഇത്രയും വണ്ടി ഓടിയിട്ട് ഡ്രൈവറിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കത്തില്ലല്ലോ. ഓടിക്കാറുണ്ട്. പുള്ളിയെ നന്നായിട്ട് അറിയാത്തോണ്ടാ. ആരെ? നിനക്കെങ്ങനെ അറിയാം? ഞാൻ യൂട്യൂബിൽ കണ്ടേ. യൂട്യൂബിൽ കാണുന്നത് സത്യമാണോ? സത്യമല്ലേ? അയ്യോ എല്ലാരും നമസ്കരിച്ചേരാ. കിട്ടൂല പിന്നെ കിട്ടൂല. പഴയ വെടിവെപ്പുകാരനാ. ഭയങ്കര വെടിവെപ്പുകാരനാ. നിങ്ങൾ ഗൺബോർ സിറ്റുവേഷൻ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അനുഗ്രഹം മേടിച്ചിട്ട് പോയാൽ മതി. സത്യം. യൂട്യൂബിൽ കാണണമെന്നും സത്യമല്ല. യൂട്യൂബിൽ പലരും മാസ്റ്റർ പീസ് ആണ് മറ്റേതാണ് സിനിമാറ്റിക്സ് കിടക്കുക. അതൊന്നും സത്യമല്ല. മലയാളി ചോദിച്ചോക്കെ യൂട്യൂബ് സത്യമാണ് മള്ളി. അല്ലല്ലല്ലല്ല. അതട്ടോ സരക്കെന്തി എടാ ഇറ്റാച്ചി അത് ഞാനാണടാ. അത് ഞാനാ. എടാ വന്നേ ഫുഡ് ഓർഡർ. അയ്യോ ഞാൻ കുടിക്കാം. വെള്ളം വേണോ? ഇല്ല ആവശ്യത്തിനുണ്ട്. ഒരുപാട് സ്നേഹിക്കല്ലേ. ആവശ്യമുണ്ടെങ്കിൽ മുരളിയുടെ കാര്യം വേറെ ആരും നോക്കാനാ ഇവിടെ? അത് ശരിയാ, വേറെ ആരും നോക്കാനില്ല. നീ എങ്കിലും അതോ എല്ലാരും നോക്കും. അവിടെ പോയി സിനിമോന് വേണ്ടി വട്ടത്തിൽ നിൽക്കുന്ന അതാരാ ബാബുവിനെ കൊണ്ടുപോയത്? ഒരു മിനിറ്റ് ഞാനൊന്ന് ഫുഡ് കഴിച്ചോട്ടെ. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ശോകമാണല്ലേ. ഫുഡ് പെട്ടെന്ന് തീരും കേട്ടാ. കണ്ട് ആ മുടിയെന്ന് വെട്ടിക്കും. അവന്റെ മുഖത്തെ മുടിയും താഴത്തെ മുടിയും എല്ലാം ഇന്ന് വെട്ടിക്കും ഞാൻ. അവൻ ഇന്നൂടെ ഇട്ടാൽ നീ കെവിനെ നോക്കിയേ ബാബു. നീ കെവിനെ നോക്കിയേ. കണ്ട ഹലോ രായ വന്നില്ല. സക്കീർ വന്നിട്ട് പോയി. മനസ്സിലായതേ ഇല്ല. അല്ല ഇവിടത്തെ രായ വന്നിരുന്നു കേട്ടോ. രായൻ പയ്യ വന്നിട്ട് മറ്റേ നമ്മള് വിആറിന്റെ സംഭവം ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തരാവുന്നതാണ്. എന്നിട്ട് അണ്ണന്റെ എന്റെ അടുത്ത് പറയണം, അണ്ണ ഇത് കളിക്കണമെങ്കിൽ അണ്ണാ മറ്റേ ഡിക്ക് വേണമെന്ന്.
ഞാൻ എന്തിനാണ് അത് സ്ട്രീം ഡിക്ക് സ്ട്രീം ഡിക്കോ എടാ അവൻ വേറെന്തോ അത് കളിച്ചോണ്ടിരുന്നത് കേട്ടോ ഇത്ര നാള് വിചാറില്ല. ഞാൻ നോക്കിയപ്പോ അവന്റെ അടുത്ത് പറയണേ അണ്ണ ഇതില് അണ്ണ ഇത്തിരി കറ പോലെയൊക്കെ പറ്റിയിരിപ്പുണ്ട് അണ്ണ ഇത് എന്റെ കളറ് പറയുന്നത് വെള്ളയായിട്ടാണ് അണ്ണ കറുപ്പ് പാന്റ് മേടിച്ചോണ്ടോ അല്ലെ കളർ മേടിക്കുമോ ഉടനെ പിന്നെ കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും ഒരു പരിപാടി നമ്മുടെ അടുത്ത VR ഗെയിമിന്റെ സ്ക്വാഡില് സരക്കുണ്ട് കേട്ടാ. കണ്ണാപ്പിക്ക് കളിക്കാൻ പറ്റും. ഇന്നത്തെ ഗെയിമല്ല നിങ്ങളൊക്കെ എന്താണ് സീരിയസ് ആയിട്ടിരിക്കുന്നത്? അടുത്ത VR ഗെയിം സ്ട്രീമില് സരക്കും ഉണ്ടാവും സ്ക്വാഡില്. ഓക്കെ ഒരു രൂപയാണ് അതിന്റെ റേറ്റ്. എടാ വാ നമുക്ക് അകത്തോട്ടിരിക്കാം വാ. ഇന്ന് പോയി കഴിഞ്ഞ മാസത്തിന് ഒരു 3 ആഴ്ച കഴിഞ്ഞ് നോക്കിയാൽ എടാ അല്ലല്ല ഞാനിപ്പോ വരുന്നുണ്ട് സിറ്റി അടിച്ചു പോകണം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ 2-3 ദിവസം വന്ന ദിവസങ്ങളൊന്നും സിറ്റി കയറാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സിറ്റിയിൽ വരാത്തത്. വന്ന അടിച്ചു പോകുന്നതാണ് എല്ലാവരും പറയുന്നത്. ഇത് നമ്മൾ ഇവിടത്തെ ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഓ അതെ നമ്മളിവിടെ മീറ്റിംഗ് ഒന്നും കൂടിയില്ല. എത്ര നാളായെന്നറിയാം നമ്മള് ലാസ്റ്റ് ഇവിടെ എല്ലാരോടും ഒന്ന് വന്ന് സംസാരിച്ചിട്ട് തന്നെ എത്ര നാളായെന്നറിയോ? അൺഡിക്ലേർഡ് അല്ലല്ല ഞാനിവിടെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വായിച്ച ബുക്കിനകത്ത് അൺഡിക്ലേർഡ് ആരെപ്പെടുത്തോണ്ട് പോയത് എപ്പോഴും പറഞ്ഞു തരാൻ പറ്റില്ല. ഡിസ്കിനെ പുറത്ത് അതാണോ എഴുതിയിരിക്കുന്നത്? എന്റെ വേറെ ഡിസ്കാണ് വെച്ചിരിക്കുന്നത്. നിനക്കതല്ലേ കാണിക്കുന്നേ? ഓ എനിക്ക് എങ്ങനെയാ കാണിക്കുന്നത്? ഫോൾ നിക്കാൻ പറയാം. ഫോൾ കട്ട് 76 ഫോൾ ഔട്ട് 76 അൺഡിക്ലേർഡ് PS4 18+ എന്ന് പറഞ്ഞിട്ട്. ഓ അതാ കൂട്ടിയിട്. എന്തോടാ കേട്ടില്ല ഞാൻ. അതിലും കണ്ടപ്പോ വായിച്ചാണ് നമ്മുടെ ഗെയിംസ് സംസാരിക്കാം. നമുക്ക് ചോദ്യം വേണ്ട. എല്ലാരും റേഡിയോ കയറി ഇതാരെ കൊണ്ട് അന്നതിപ്പോ മീറ്റിങ്ങിന് മറ്റേ പ്രതിഷ്ഠ അല്ല മീറ്റിങ്ങിന് എല്ലാ പ്രാവശ്യം ഒരു ശവം നിർബന്ധമായി പ്രാവശ്യം. എടാ അപ്പൊ ഇതൊരു മീറ്റിംഗ് ആയിട്ട് കൂട്ടണ്ട. മീറ്റിംഗ് നമുക്ക് വിളിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത മീറ്റിംഗ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അന്നേരമായിരിക്കും ഗ്രൈൻഡിങ് ടാർഗറ്റും ബാക്കി കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രൈൻഡിങ് ടാർഗറ്റ് അനൗൺസ് ചെയ്യണം, പറയണം. അപ്പോൾ സരക്ക് എല്ലാവരോടും ചോദിച്ച ഒരു അഭിപ്രായത്തിൻ്റെയൊക്കെ പുറത്ത് എല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ ഒരു 10 to 15 CR-നകത്ത് എത്ര ദിവസം നമുക്കിപ്പോ അടുത്ത് എന്തെങ്കിലും ഇവന്റ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഗണ്ണിന്റെ വരുന്നു. എന്നത്തേക്ക് അത് ഡേറ്റ് അവര് ഡിസ്ക്ലോസ് ചെയ്തില്ല, പക്ഷെ ഉടനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണ് ഈ മന്ത് എൻഡ് ആവോ? ആവോ മന്ത് എൻഡ് ആവാനായിട്ട് മരുന്ന് കഴിച്ചാൽ മതി. സിറ്റി എന്തായാലും എൻഡ് ആവും ഈ പോക്കാണെങ്കിൽ. സരക്ക് പറ എല്ലാരും ചിരിച്ചൊക്കെ ഇരിക്കേ. സീരിയസ് ആയിട്ടിരിക്കല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 20 കോടി
കുഴപ്പമില്ല 20 മതി. 20 എളുപ്പമാണ്. ആ, ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഈ മന്തിന്റെ ഒരു സമയം തരാം. ഈ മന്തിന്റെ അല്ലെങ്കിൽ ഈ പറയണതുപോലെ ഇതിനകത്ത് ഏതെങ്കിലും ദിവസം ഓപ്ഷൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ്. അതുകൊണ്ട് മന്തിന്റെ വരെ വെയിറ്റ് ചെയ്യാം എന്ന് ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സീനാവും. ഇപ്പം ഞാൻ പറയുക, നാളെ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് ഒരു 2 ദിവസത്തിനുള്ളിൽ ഓപ്ഷൻ ഉണ്ടാവും, ഇത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ നിങ്ങളെല്ലാവരും കിടന്ന് ഇതാകേണ്ടി വരും. ഞാൻ ഒരു 20 CR വെച്ചിട്ട് ഇന്ന് എത്ര അല്ല ഇവിടെ 13, ഇന്ന് എത്ര ഡേറ്റ്? 13 25-ാം തീയതി തരത്തരാം. 25 12 ദിവസം 20 കോടി. ഓക്കെ ആണോ? ആർക്കെങ്കിലും എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അണ്ണാ ചില പ്രീമിയം എടുത്തമാരിൽ ഓൾറെഡി 2 കോടി 3 കോടിയൊക്കെ ഉണ്ടണ്ണാ. അതവരുടെ കാശുള്ള പിടിക്ക്. എന്തിനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാശില്ലെങ്കിൽ ആയതുകൊണ്ടിരുന്ന് സമ്പാദിക്കേണ്ടി വരും. ഈ ലോകം അങ്ങനെയാണ്. കാശുള്ളവർക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ? പ്രീമിയം വെച്ചിരിക്കുന്നത് അതിനല്ലടാ. അപ്പൊ പിന്നെ അത് നമുക്ക് കണക്കി കൂട്ടാൻ പറ്റുമോ? അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പ്രീമിയത്തിൽ ഉള്ളവന്മാർക്ക് അതോട് ചേർത്ത് 23 കോടി മേടിക്കാം പോരെ? ബാബു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫൊക്കെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് അൺഫെയർ തന്നെയാണ്. ഒരിക്കലും എല്ലാവർക്കും അങ്ങനെ ഇതാവാൻ പറ്റത്തില്ല. അത് എന്തായാലും ആ പൈസ അവര് എക്കണോമിക്ക് വേണ്ടി യൂസ് ചെയ്യണതല്ലേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും അത് എത്ര രൂപയാണ് ഇവിടുത്തെ പ്രീമിയം നിങ്ങൾ എടുത്തിരിക്കണേ? ഇവിടെ 3000 എടുത്താലും എന്തെങ്കിലും കിട്ടും. 3000 എടുത്താലും അത് തന്നെ കിട്ടുള്ളൂ. 3000 രൂപയ്ക്ക് നമുക്ക് എത്ര വട്ടം എടുക്കാൻ പറ്റും ഒരാൾക്ക്? കാശുള്ളവനാണെങ്കിൽ അൺലിമിറ്റഡ്. കാശുണ്ടെങ്കിൽ ഒരു 10 കോടി എടുക്കാം. ഓ അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ഒരു വട്ടം എടുക്കുമ്പോ എത്ര കോടി? 2 കോടി വെച്ച്. അപ്പൊ 30,000 രൂപ എടുത്തു കഴിഞ്ഞാൽ 20 കോടി കിട്ടും. അല്ല ഞാൻ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചതാ ഞാൻ. അല്ല അങ്ങനെ ആരെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ? സ്വർഗരാജ്യ വിസിറ്റ് നോക്കണം കേട്ടാ. ആ 30,000 എന്റെ തന്നായി. മലയാളിക്കുള്ള 20 കോടി ഞാൻ തരാം. ഞാൻ ഗ്യാങ്ങിന് ഇറങ്ങണം. എടാ എനിക്ക് അങ്ങനെ ഒരു ഗതികേട് വരുമ്പോ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ വാസു, 15,000 രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഗ്രീൻ ചെയ്ത് തരാം. എടാ ഇവിടെ എല്ലാരും ഇപ്പൊ ഇങ്ങനെയായ ഒരുത്തം 30,000 മേടിച്ച് ഗ്യാങ്ങിന്ന് ഇറങ്ങാൻ റെഡി, ഒരുത്തം 15,000 ഗ്രൈൻഡ് ചെയ്ത് തരാൻ റെഡി. കോ ലീഡർ ആണെന്ന്. എന്ത് പറ്റി നിങ്ങൾക്ക്? മരിയൊക്കെ ഭയങ്കര തടസ്സം. എല്ലാവർക്കും അതൊക്കെയാണ് കാര്യം. എടേ അപ്പം ഓക്കെ അല്ലേ ഗൈസ്? ആർക്കെങ്കിലും എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് തുറന്ന് പറയാം കേട്ടാ. പറ്റൂലേ? ഇവരൊക്കെ പറ്റൂലേ? ഇറ്റാച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഇറ്റാച്ചി മീൻപിടുത്തം വരുന്ന അവിടെ ജോലി യൂറോപ്പിൽ നിന്ന്. ഇറ്റാച്ചി മീൻപിടുത്തമല്ല, മുട്ടായി ഉണ്ടാക്കൽ. അല്ല മീൻപിടുത്തമായിരുന്നു അവിടെ, യൂറോപ്പിൽ മീൻപിടുത്തം. എടാ ഇറ്റാച്ചി എന്തെങ്കിലും പറയണ്ടോ? എടാ ഇറ്റാച്ചി ഞാൻ ഇവിടെ വന്നപ്പോ കണ്ണാപ്പി എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇറ്റാച്ചിക്ക് കൊറേ ബുദ്ധിമുട്ടാണ് അണ്ണാ, ഇവിടെ കളിക്കുന്നതിൽ കൊറേ പ്രശ്നമൊക്കെ ഉണ്ട്. ഇത്രയും നാള് ഓപ്പോസിറ്റ് നിന്ന് കൊട്ടവാസം എന്ന് വിളിച്ച് ശീലിച്ചോണ്ട് എന്നെ പെട്ടെന്ന് വാസണ്ണാന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ണാപ്പി പറഞ്ഞത് സത്യമാണോ? അങ്ങനല്ല, കള്ളോട്. ഞാൻ പറയട്ടെ, അവൻ ബാസു എന്റെ ഹീറോ എന്നാണ് പബ്ജിയിൽ വരെ ഇട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ബാസുവിന് അങ്ങനല്ല. പക്ഷെ രായന്റെ കേസിലാണെങ്കിൽ എനിക്ക് സംശയമുണ്ട്. എടാ കണ്ണാപ്പി നീ അപ്പൊ പറഞ്ഞതെന്തുവാ? ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയില്ലേ കണ്ണാപ്പി? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ മുഖത്ത് പറയാൻ ബുദ്ധിമുട്ട് കാണണ്ട, അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത്. അത് കണ്ണാപ്പിക്കും എനിക്കും ഒരു 1v1 ബാക്കിയുണ്ട്, അതിന്റെയാ. കൊച്ചുള്ളായിട്ട് ഞാനില്ല. കഷ്ടം തന്നെ എടാ കണ്ണാപ്പി നീ ഇവനെ കാനഡയിൽ 1v1 അടിച്ച് തോപ്പിച്ചിട്ട് ഈ കാണാ കാനഡയിലുള്ളപ്പോ.
ഞാനല്ല യൂറോപ്പ് പെങ്ങ് വെച്ച് നിന്നെ അടിച്ചിട്ടോടാ ശ്ശെ. യൂറോപ്പിലല്ലേ യു കെ മൈരേ. എടാ അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് ഓക്കെയാണ് ഈ ഗ്രൈൻഡിങ് കൊണ്ട് ഓക്കെ അല്ലേ? ആ ഇതന്നെ. 15 എന്ത് 20 കേട്ടില്ലായിരുന്നു ചത്തെടുക്കുമായിരുന്നോ? 20 അനിയനയില് സാമാനം കൊടുത്തിട്ട് പോലെ തിരുവ കൂടി പറയല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്നുണ്ട്. അങ്ങനെ ചിലവുണ്ടെണ്ണ. ബന്ധുമിത്രാദികളുടെ ആ സഹായങ്ങൾ സഹായത്തോടെ തേടുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ണാപ്പി കുണ്ടേരെ കൊണ്ട് നീ ഇട്ടുണ്ടാക്കല്ലേ കേട്ടാ. ഇല്ല അവൻ കേറാറില്ല ഞാൻ ഇല്ലല്ലോ അവൻ കേറത്തില്ല. എടാ ഞാനൊരു കാര്യം പറയാം. ഈ വെളിയിൽ നിന്ന് ആരുടെയെങ്കിലും തത്സമയത്തിൽ എന്തെങ്കിലും ആൾക്കാരെ വെച്ച് ഗ്രൈൻഡ് ചെയ്യിപ്പിക്കുവോ? വെളിയിൽ നിന്ന് ആരെങ്കിലും ഇന്നും പൈസ അനാവശ്യമായിട്ട് മേടിക്കുന്നതോ മറ്റേ പിടിച്ചു പറിക്കുന്നതോ കണ്ട? ഇല്ല, ഞാൻ പിടിച്ചു പറിക്കുന്നതോ കണ്ട ഞാൻ ചന്ദ്രനാണത്. എടാ ചന്ദ്രൻ വന്നാ? ചന്ദ്ര എപ്പോ എത്തി? എടാ ചന്ദ്ര ഇന്നലെ പണിക്കടയിൽ വിളിക്കി പിടിച്ച് കുനിഞ്ഞ് തന്നെ നീക്കണേ. എടാ ചന്ദ്ര ഞങ്ങളെ ഇതിന് മീറ്റിംഗ് ഒക്കെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നീ ഇടയ്ക്ക് വെച്ച് ഏതോ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഗ്രൈൻഡിങ് ടാർഗറ്റ് 30 കോടിയെന്ന് എന്തോ പറഞ്ഞായിരുന്നു. നീ പറഞ്ഞു എന്നാണ് ഇവരെല്ലാം പറഞ്ഞത് എന്നോട്. അല്ല ചന്ദ്ര ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞ ചന്ദ്ര ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് 20 കോടിയാണ്. 25-ാം തീയതി വരെ സമയം. 25-ാം തീയതി വരെ സമയം 20 കോടി. ലീഡേഴ്സിനില്ലല്ലോ ഈ ഗ്രൈൻഡിങ് ടാർഗറ്റ്. എടാ ഞാൻ പറയട്ടെ, എല്ലാവർക്കും ബാധക. നീയാണോ തീരുമാനിക്കുന്നത്? നീ നമ്മള് സംസാരിച്ചോളാം. പിന്നെ ഗതികേടുകൊണ്ട് വരെ ചേണ്ടുകാർ കൂടെ കളിപ്പിച്ചെന്ന് വിചാരിച്ചു തലേക്കേറില്ല. തലേ കയറാൻ വരണം അപ്പോഴത്തേക്കിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇല്ല എല്ലാവർക്കും ഗ്രൈൻഡ് ചെയ്യാം. അങ്ങനെ ലീഡർ ഇതൊന്നും ഇല്ല, എല്ലാവർക്കും ഗ്രൈൻഡ് ചെയ്യാം. പക്ഷെ മെമ്പേഴ്സിനെല്ലാം എടാ ലീഡറിനും കോ ലീഡറിനൊന്നും ഇല്ല, എല്ലാരും ഗ്രൈൻഡ് ചെയ്യണം. പക്ഷെ മെമ്പേഴ്സിൽ എല്ലാവർക്കും 20 CR മസ്റ്റ് ആണ്. ലീഡേഴ്സാ അത് ഞാനും ലീഡർ കോ ലീഡറും സംസാരിച്ച പോരെ? അല്ല സിനിമ പുറത്ത് ചോദ്യം ചോദിക്കുന്നവന്മാർക്ക് ഓരോ കോടി വെച്ച് അത്രേ ഉള്ളൂ. ഇത് ചോദ്യം ചോദിച്ചാൽ ഓരോ കോടി വെച്ച് കൂട്ടിത്തരും. കൂടുതലാണോ സംഭാവന? അല്ല അത് മെമ്പേഴ്സ് അറിയേണ്ട ആവശ്യമില്ല. ഇത് തുടക്കാട്ട് വാസ സുനിമോന് 21 കോടി, കണ്ണാപ്പിക്ക് 21 കോടി കണ്ണാപ്പി. അല്ല ലീഡേഴ്സിന്റെ കോ ലീഡേഴ്സിന്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തോളാം. സിനിമനെ ഇനി ചോദ്യം ചോദിച്ചാൽ കോടികൾ അതത്രേ ഉള്ളൂ. കണ്ണാപ്പി 22 കോടി, സിനിമ 21 കോടി കേട്ടോ. ഞാൻ വാ തുറക്കുമ്പോ ഓരോ കോടി കൂടിക്കൊണ്ടിരിക്കുക. ബാബു ഇത് നിൽക്കുന്ന ഇവിടെ. നേരത്തെ പറഞ്ഞില്ലേ ഓക്കെ കുഴപ്പമില്ല. അല്ല ഇരിക്കാൻ പറ്റില്ല, ഇവിടെ മൂട്ടാണ്. അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ നിക്കട്ടാ അല്ലല്ല നിനക്ക് മറ്റേ ക്ലാസ്സിലെ പഠിപ്പില്ലേ
ക്ലാസ്സിലെ പഠിപ്പില്ലേ, ക്ലാസ്സിലെ പഠിപ്പിക്ക് ഓവർ സ്മാർട്ട് ആയതിന് ആദ്യമായിട്ട് ടീച്ചറിന്റെ വഴക്ക് വെക്കുന്ന ദിവസമല്ലേ, അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. സത്യമല്ലേ? അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അയ്യോ, ഒരു മനസ്സിനൊരു കുളിർമ വരും. അത് എന്റെ അമ്മ. നീ എന്തൊരു നിന്റെ പ്രശ്നം എന്തൊരു അതൊക്കെ വിട് നമ്മള് കാര്യത്തിലേക്ക് ബാക്കി പറയും. അപ്പൊ ഗ്രൈൻഡിങ് ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. 25th ഫൈനൽ ഡേറ്റ് 20 കോടി വെച്ച് ഒരാള്. ആൻഡ് നമ്മൾ നല്ലൊരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ ചെയ്തിട്ട് കുറച്ച് നാളായി. അതിന്റെ കൂടെ ഒരു ടാസ്കും തരുന്നതായിരിക്കും. അധികം നാളായി അല്ലേ? അതെ, കുറച്ചധികം നാളായി. ലാസ്റ്റ് 1,000 കോടി എത്തപ്പോഴത്തേക്ക് നമ്മളെ തെറ്റി ഇറക്കി വിടും. അതങ്ങനെയാണ് സത്യം. എക്കണോമി ഒക്കെ ഇതായി വരുമ്പോഴത്തേക്കിന് സിറ്റിന്ന് ഇറക്കി വിടും. അതാണ്, അങ്ങനെയാണ്. വീട്ടില് നമ്മള് കിടന്ന് തിരക്കി പറ്റാല്ല മറ്റേ പുല്ലി എന്നത് വണ്ടി കൊണ്ട് ലോകം എടാ, പുല്ലി എത്തുന്ന വണ്ടി കൊണ്ട് നടന്നത് നമ്മുടെ സിയോണിലല്ലേ? പല പണ്ടത്തെ പോലെ നമ്മുടെ ഗൺഷോപ്പ് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ ആൾക്കാർക്ക് സ്നേഹമൊന്നും ഇല്ല. പൈസ ഒന്നും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. സത്യം. ഈ വട്ടം ഗൺഷോപ്പ് ഗൈസ്, നമുക്ക് ആ ഗൺഷോപ്പ് വേണം. നമുക്ക് ആ ഗൺഷോപ്പ് മേടിക്കണം. നമ്മുടെ മെയിൻ ഗൺഷോപ്പ് നമുക്ക് തിരിച്ചെടുക്കണം. ആ ഗൺഷോപ്പ് പണ്ടത്തെ പോലെ സംഭാവന തരാൻ ഒരു പട്ടി ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാണ്, സംഭാവന ഒരുത്തനും തരൂല. ആക്കി വെച്ച കുറെ പറയന്മാരുണ്ട് ഇവിടെ. വഴിയെ പോണവന്റെ വണ്ടി പിടിച്ച് പറിക്കുക, ജട്ടിക്കകത്ത് കൈയിടുക, ഇതൊക്കെ ചെയ്ത ഇതൊക്കെ ചെയ്താലും ഞാൻ ഒരു കാര്യം സത്യമാടാ സരക്കെ, അത് സത്യമാടാ. ഞാൻ ഒരു ഉപദ്രവം ചെയ്യാത്തവന്മാര് വരെ എന്നെ വിളി കേൾക്കണം. എനിക്ക് ചില സമയത്ത് എനിക്ക് വിഷമമൊക്കെ വരും. അല്ല, മലയാളിയെ പറഞ്ഞാലേ നമുക്ക് കൊള്ളൂന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് അത്ര സ്നേഹം ഉണ്ടല്ലോ മലയാളിയോട്. അതുകൊണ്ട് പക്ഷെ ഇത് ഇടയ്ക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. വിളിക്കാൻ വേണ്ടി പോയിച്ചറിയും. ഞാൻ പറയാം, ഇവിടെ മെയിൻ സിറ്റിസൺസിനെയൊക്കെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച് വെച്ചേക്കുന്നത് വള്ളി ടീംസ് എന്ന് പറയുന്ന അണ്ടികളെല്ലാം കൂടെ ചേർന്നാണ്. ഏറ്റവും കൂടുതൽ സിറ്റിസൺസിനെ വെറുപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പ് പറയാം, അത് കണ്ണാപ്പിയാണ്. നിന്റെ സ്വഭാവം അത്രയ്ക്ക് കിടിലമാണെന്നാണോ കണ്ണാപ്പി നിന്റെ വിചാരം? പക്ഷെ വാസന ഇപ്പൊ കണ്ണാപ്പി മാറി. പണ്ടൊക്കെ ആണെങ്കിൽ കണ്ണാപ്പി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വള്ളി എടുത്തു കഴിഞ്ഞാൽ കണ്ണാപ്പി നമ്മളെ അതിൽ വലിച്ചുകൊണ്ട് ഗ്യാങ് സിറ്റുവേഷൻ ആക്കി. ഇപ്പൊ ആള് അവന്മാർ എന്തെങ്കിലും പറയാം, അവന്മാർ അടിച്ചു വന്ന് അതിൽ തോട്ടലിടും. ഞാൻ വേറെ അല്ല, കണ്ണാപ്പി നിനക്കറിയാത്ത വേറൊരു കാര്യമുണ്ട്, അതേ പറയട്ടെ. അതിപ്പോ എന്റെ സൈഡിൽ നിന്ന് മാത്രമല്ലായിരിക്കും, ഇവിടെ ടി വിന്ന് എല്ലാവരുടെ സൈഡിൽ നിന്നും പറയാനുണ്ട്. നിനക്കൊരു വിചാരം ഉണ്ടാവും, നിന്നെ തല്ലിക്കൊന്ന് ആരെങ്കിലും കടലിടുന്ന സമയത്ത് ഇത് ആരും അറിയുന്നില്ലെന്ന്. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്നവരെ ഞങ്ങളടുത്ത് വന്ന് പറയും, ഞങ്ങൾ അറിഞ്ഞോണ്ട് സിറ്റുവേഷൻ എടുക്കാത്തതാ. ഞങ്ങള് കേൾക്കാത്ത പോലെ ഇരിക്കും, ഇഗ്നോർ ചെയ്ത് വിടും. എനിക്കൊരു സമയമില്ല. നിന്റെ കാര്യത്തിൽ തിരിച്ചു ചോദിക്കാൻ പോകാനാണെങ്കിൽ 24/7 PVP മാത്രമായി പോകും ഞങ്ങള്, മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടും. എടാ, നമ്മളിപ്പോ പെട്ടെന്ന് കേൾക്കുക, നമ്മളടുത്ത് പറയാ, എടാ ടിവിയിൽ ഒരുത്തിന് അവിടെ അടിക്കുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കും, ആര്? അപ്പൊ അവര് പറയാം കണ്ണാപ്പി. എന്നാ കുഴപ്പമില്ല. അതാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അപ്രോച്ച്, മനസ്സിലായോ? ഞങ്ങളുടെ അപ്രോച്ച് ഇപ്പൊ അതാണ്. കണ്ണാപ്പി അതിൽ കൂടുതൽ ഇതൊന്നും ഇമ്പോർട്ടൻസ് നിനക്ക് തരാൻ പറ്റത്തില്ല ഇവിടെ. സിറ്റിയിലുള്ള എല്ലാവർക്കും സിറ്റുവേഷൻ ശിവ നിനക്ക് തരിച്ചിരിക്കുവാന്ന് എനിക്കറിയാം. നീ ഇപ്പൊ ബാക്കിയുള്ളവരെ പോലെ ചിന്തിക്കുന്നത് സിറ്റുവേഷൻ എടുക്കണേനാണ് സിറ്റി കയറണേന്ന്. അതല്ല 2 ദിവസം കഴിയുമ്പോ 14 ദിവസം ബാങ്ക് കിട്ടുമെന്ന് അവരെല്ലാം അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആണ്ടിലൊരിക്കൽ ഒരു വാർ കളിക്കാൻ വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ടിവിയെ ദാമു, ടിവിയെ സ്റ്റീവ്, ബാൻഡ് ഫോർ 14 days 15 days, പിന്നെ ഓക്സിക്കും. ഞാൻ എപ്പോ വാറിന് വന്നാലും ഇവർക്ക് 3 പേർക്കും ബാൻ. നല്ല പിള്ളേരാണ് എല്ലാരും ഇങ്ങോട്ട് വന്ന് കയറണേ. രാമ എവിടെയാണ്? രാമ പോയ എറ്റിക്സിൽ പോയ തിരിച്ച് ഞാനൊരു കാര്യം പറയാം, 2-3 ദിവസമായിട്ട് എന്റെ വീക്ഷണ കോണകം വെച്ചിട്ട് ഞാൻ പറയുവാണ് കേട്ടാ.
2 ദിവസമായിട്ട് ഇവിടെ ഇപ്പൊ അടി പൊട്ടിക്കാൻ ഏറ്റവും തരിച്ചു നിൽക്കുന്നത് ഇറ്റാച്ചിക്കാണ്. അത് അവന് ഒരു ട്രിപ്പ് പോകാനുണ്ട് മുന്നേ പൊട്ടിക്കാണ്ടിരിക്കുന്നത്. എന്നിട്ട് വേണം ബാന് വാങ്ങാൻ. സത്യം ആൾക്ക് ട്രിപ്പ് പോകാനുള്ളതാണ്. അതിനുശേഷം ബാൻ മേടിച്ചിട്ട് പോകുന്നതൊക്കെ നീ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവുന്ന കാര്യം. നീ നാട്ടിൽ വന്നിട്ട് ആദ്യം ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണല്ലേ? അല്ലല്ല ട്രിപ്പല്ല, ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് അപ്പൊ തന്നെ വരും. കല്യാണം കഴിക്കാറായി നമ്മളാരും വിളിച്ചില്ല. എന്റെ കല്യാണം അവിടെ കൂട്ടത്തിൽ മൂത്ത സ്നൈപ്പാണ് കേട്ടാ. കോട്ടയം കൊണ്ട് കാണിച്ചു തരാം. കല്യാണമാണ് പറഞ്ഞത്. സരക്ക് ചന്ദ്ര എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറ. അല്ല നമുക്ക് നിനക്ക് വേണ്ടില്ലെന്ന് എനിക്കറിയാം. പുറത്താരോ വന്നു കേട്ടോ. ആരെ? അല്ലല്ല അത് വിട. കോഹ്ലിയുടെ 2 പേരും കണ്ടില്ലേ? ഇതേ ഒരാള് നിക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ അവരെ അഡ്രസ് ചെയ്തൊന്നും പറയാൻ ചെന്നത്. പണ്ടത്തെ പ്ലെയർ, നമ്മുടെ OG പ്ലെയർ ഇതായിരിക്കുന്നുണ്ട്. എടാ ഇവിടെ കിട്ടിയോ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഐശ്വര്യമായിട്ട് ആദ്യത്തെ കില്ലെടുക്കുമ്പോ എന്നെ ഓർക്കണം കേട്ടാ. എല്ലാരും ബാബു പറഞ്ഞ് ഒരു ലീഡറിനെ ലീഡറിനെ പോലെ വെടിവെക്കില്ലെന്ന് പറയാനൊന്ന് കേട്ടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. സരക്കെ ഞാൻ പറയാം, വേറെ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞെങ്കിൽ ഞാനത് ഒരു അക്സെപ്റ്റ് ചെയ്തേനെ. ഈ ഇടയ്ക്ക് പോലും ലാസ്റ്റ് 1v1 GTA കളിച്ചിട്ട് പോലും എന്റെ അടുത്ത് ജയിക്കാത്തവനാണ്. അതിലെനിക്ക് കേൾക്കുമ്പോ ബുദ്ധിമുട്ടുണ്ട്. വേറെ ആരെങ്കിലും അറിയാം, ചന്ദ്രനാണ് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടോണ്ടിരുന്നേനെ. ചന്ദ്രനാണെന്ന് പറഞ്ഞാല് കൂട്ടത്തില് കളിക്കാൻ വിളിച്ച അപ്പം ആലോചിച്ച് നോക്കണം. മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞ. എന്നിട്ട് നീ ജയിച്ചില്ല എന്നോട് ജയിച്ചില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. അതും അപ്പൊ നീ അതിലും താഴെയാണെന്ന് നീ ആലോചിച്ചാ ബാബു. നമ്മുടെ ഗ്യാങ്ങില് ഗണ്ണില്ലാത്തവരൊരു മെമ്പർ നീയാണ്. ഞാൻ കണ്ണു വാങ്ങിച്ചില്ലല്ലോ മലയാളി ഇതുവരെ. ഞാൻ കണ്ണു വാങ്ങിയില്ല. കൊടുത്തില്ല. വേണ്ടതവരാണോ ഞാൻ അതിന്റെ അടുത്ത്? പിന്നെ നീയുടെ കരവേരിക്ക് ഇപ്പോഴും ഓർമ്മണ്ടല്ലേ? എടാ ബാബു 25 കോടിയെ ഗ്രൈൻഡിങ് ടാർഗറ്റ്. ഇല്ല എനിക്ക് ഓക്കെയാണ്. സംസാരിക്കണ്ടോ? ബാബുവിന് വേണ്ടി ആർക്കെങ്കിലും ചോദിക്കാണ്ടോ? ദുബായ് പോലീസ് എന്താ കേട്ടില്ല? കെവിൻ 21 കെവിൻ 21 ഫ്ലഫി 22. ഏതാ സിറ്റി എന്നാ കൊറേ ലൈവ് കണ്ടിട്ട്. എടാ ഞങ്ങൾ നമ്മൾ കളിക്കുന്ന സാമ്രാജ്യമാണ്. തന്തയില്ലേ നിന്റെ കൊണ്ട് തിരികെ കൊടുത്തു. വേറെന്തെങ്കിലും പറയണ്ടോ? ഒരു കൊണ്ട് തന്നോണ്ടിരിക്കുന്നു 2 തൊട്ടായിട്ട്. എടാ വേറെന്തെങ്കിലും പറയണ്ടോ? സരക്കെ അയ്യോ സ്വർഗരാജ്യം അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം എന്നെ ഇവിടെ ഇപ്പം എന്ത് പറഞ്ഞാലും അൺസ്റ്റോപ്പബിൾ എടാ ബാക്കിയുള്ളവന്മാർ പറയണ കേക്കണ. ബാല അവിടെ ഇവിടെ നിന്ന് കേക്കണ നിങ്ങള്. നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് മറ്റേ ഒരു ഗുണമില്ലാത്ത മറ്റേ വകീന്റെ തെണ്ടിനെ മൊത്തം കയറ്റിയപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ ടിവിയെ കിടിലോ അൺസ്റ്റോപ്പബിൾ എന്ന് ഞാൻ പറഞ്ഞ ശേഷം ഒരു വാരം ജയിക്കത്തില്ല. എന്തിന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ അൺസ്റ്റോപ്പബിൾ അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കയറിയിട്ട് കാട്ടുതീ എന്ന് പറഞ്ഞ പോലെ ആയിട്ട് സത്യം പറഞ്ഞു ഇത് വെറുതെ അല്ല കാട്ടുതീ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ എല്ലാവരുടെയും മോണ്ടേജിലൊക്കെ വരുന്നത് എന്താണെന്നറിയാമോ? സരക്കിന്റെ ഡയലോഗും വല്ലു ട്രാവലറിന്റെ പാട്ടും അൺസ്റ്റോപ്പബിൾ എന്നൊരു വ്യാധി. ആ സാധനമാണ് ഇപ്പൊ ഹിറ്റ്. അടാ അത് സത്യമാടാ. അത് പറഞ്ഞേ പിന്നെ ഉണ്ടല്ലോ, അത് പറഞ്ഞേ പിന്നെ 2 വാറും തോറ്റ്. പിന്നെ അല്ല ഈ എണ്ണം കേട്ട 4 റിക്രൂട്ട്മെന്റ് കൊണ്ട് 5 റിക്രൂട്ട്മെന്റ് എടുത്തു പിന്നെ പട്ടി വെള്ളം കുടിക്കുന്ന മറ്റത് എപ്പോഴും ഒരു വാരം അങ്ങനെ തോറ്റതിന്റെ പേരിലാണ് ഈ തെണ്ടികളെ എടുത്തത്. ആളും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പൊ വന്നതിന് ശേഷം ആള് കൂടി പെരുകിയപ്പോഴത്തേക്ക് ഒരുത്തരും കളിക്കത്തും ഇല്ല. വാറുള്ള കൂടെ തോക്കുകയും ചെയ്യും. എന്തൊരു ഈ കരച്ചിൽ മാത്രം കേട്ടാ പോരാ. ഇതിന്റെ വെളിയിൽ ഇപ്പൊ ലൈനപ്പിൽ കളിക്കാൻ പറ്റാത്തവന്മാര്
അണ്ണാ എന്നെ മാറ്റിയിട്ട് എനിക്ക് അവസരം കിട്ടുന്നില്ല. അതും കേക്കണം ഇപ്പൊ ആ കരച്ചില്. എടാ അതാ പറഞ്ഞേ, നേരത്തെ ആള് വരാത്തപ്പം അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവന്മാര് വെടിയന്മാരെന്ന് പറഞ്ഞൊരു 15 എണ്ണത്തെ എടുത്തിട്ടിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഇത് കുറുവലാണ്. ഇപ്പൊ സത്യം പറഞ്ഞ ലൈനപ്പിൽ ആള് കൂടുതലായി. ഇപ്പൊ കുറുവലാണ്. പണ്ട് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് കരവിടുവല്ലോ, അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പൊ കുറുവ തരുന്നത് പോണേ. അപ്പൊ എന്നെ ഇറക്കുമല്ലോ, അടുത്ത ലൈനപ്പിൽ എന്നെ ഇറക്കുമല്ലോ. ഇവന്മാരൊക്കെ ഓ ലൈനപ്പിൽ ഇല്ലാത്തവര് മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് നമ്മള് ബാറ്റിങ്ങിൽ ഇറങ്ങുമ്പോഴത്തേക്ക് വെളിയിരിക്കുന്ന അതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ കുറുവൽ എന്നാണോ പറയണേ? ഞങ്ങളോടൊക്കെ പ്രാഗ് എന്നാ പറയുന്നത്. സത്യം സത്യം, അതുകൊണ്ടാണ് അനൗൺസ് ചെയ്തത്. എടാ ഇനിയിപ്പോ കാണാത്ത ബാബുശേട്ടാണ്. അത് കുഴപ്പമില്ല. നമുക്ക് തോറ്റതൊക്കെ തോറ്റ് നമുക്കത് പയ്യെ സെറ്റ് ആയിട്ട് വരാം. ബാക്ക് ടു ട്രാക്ക് കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. പഴയ പ്ലേയേഴ്സ് നിന്നെ ഇപ്പോഴും ബെഞ്ചിലാണ്, അത് അറിയാം നിനക്ക്. എടാ നീ ഇപ്പോഴും ബെഞ്ചിലാ. 30 പ്ലേയേഴ്സ് 5 പേര്. ആ പക്ഷെ അവ സിറ്റി വരാറില്ലല്ലോ, നീ വന്നു. ഇറ്റാച്ചിക്ക് ആഗ്രഹം ഗണ്ണ് എടുത്തോണ്ട് അവരിപ്പൊ തന്നെ വെടി വെക്കണമെന്ന്. ഇന്നാ നിങ്ങൾ എത്ര പേരാന്ന് വെച്ചാ വെടിവെച്ചു? അന്നൊന്ന് മനസ്സിലാ 15 വാസുവിനോട്ടേ ഉള്ളു ഇറങ്ങണം. എടാ എനിക്ക് 200 MS ഉള്ള തോക്കാണെങ്കിൽ അവനും കൊടുത്തു. എടാ AR കയ്യിലുണ്ടായിട്ട് പറ്റണില്ല. ചന്ദ്ര ഞാൻ സംസാരിച്ചോട്ടെ. നിങ്ങളൊക്കെ AR വെച്ച് കളിക്കടാ, ഞാൻ വെളിയിൽ VR വെച്ച് കളിക്കാം. എങ്ങനെയുണ്ട്? അവരെ വീട്ടിൽ ഇരുന്നല്ലേ തോന്നിയ ദിവസമൊക്കെ കൂടെ ആരും ഉണ്ടെന്ന് പറഞ്ഞ കിടക്കാൻ ഒരു പയ്യൻ. അവര് കൂടെ 3 പയ്യന്മാര് കിടക്കുന്നുണ്ട് ഇപ്പൊ. പാടി തന്നെ റൂമൊക്കെ റെഡിയായി. നാളെ എന്റെ ദുബായ് ഗെയിമിംഗ് റൂം റിവീലാണ്. നാളെ അല്ല മറ്റന്നാള്. ഓ ഗെയിമിംഗ് റൂം ഒക്കെ പണിത്. അല്ലല്ലല്ല എടാ ഞാൻ ഇവിടെ പുതിയ ഫ്ലാറ്റ് എടുത്ത്. ഞാൻ 1 BHK എടുത്തു ഇവിടെ ദുബായില്. ഓ ഞാൻ 1 BHK എടുത്തു. VR ഒക്കെ മേടിച്ചത് പിന്നെ എന്തിനാ? എന്നെ ഞാനൊരു കാര്യം പറഞ്ഞ സ്ഥലക്കെ എന്നെ ഇന്ന് തൂക്കി. ലൈവ് ഇട്ട് നേരെ വന്ന് ഹോം സ്ക്രീനിൽ VR കനോജോ കിടക്കുന്നു. പിള്ളേര് അന്ന അതല്ല, ഈ ഇതിനു മുന്നേ കണ്ണാപ്പി ഇത് പറഞ്ഞതിന് 2 ദിവസം മുന്നേ VR എടുക്കുക മറ്റേതാണ് കളിക്കാൻ നോക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ലേട്ടാ. കണ്ണാപ്പി ഇന്നലെ കനോജ കാണിച്ചു കൊടുത്ത് അടുത്ത ദിവസം രാവിലെ ആയപ്പോ കടയിൽ നീങ്ങണേ VR വാങ്ങിക്കാൻ. കഴപ്പല്ല ഇതൊന്നും. അല്ലല്ല വേറെ കാര്യമാണ്. അതിന്റെ കൂടെ ഒരു കാര്യം കേൾക്കണം. ഞാൻ കടയില് VR മേടിക്കാൻ പോയപ്പോഴേ എനിക്കൊരു കോള് നാട്ടിലിരിക്കുന്ന VR വെറുതെ ഇരിക്കുമല്ലേ ഈഗിൾ ബ്രോ, ഞാൻ ആ CM-നെ വിളിച്ചാൽ വീട്ടിൽ പോയി എടുത്തോട്ടെ എന്ന്. ഞാൻ നോക്കിയപ്പോ ട്രിവാൻഡ്രത്തുനിന്ന് ഉച്ചയ്ക്ക് വണ്ടി ഓടി 150 കിലോമീറ്റർ അപ്പുറത്തുള്ള എന്റെ വീട്ടിൽ വന്ന് VR എടുത്തോന്റെ കഴപ്പ് ആരും മറന്നു പോകരുത്. അതാണ് റിയൽ കഴപ്പ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആ സ്റ്റീം അക്കൗണ്ട് ഒന്ന് തരണം കനോജ് വിളിക്കാൻ. ഞാൻ മേടിച്ചു എടാ ഞാനൊരു കാര്യം പറയട്ടെ സരക്കെ. ദുബായ് വന്നതിന്റെ അന്ന് തൊട്ട് ഓരോ തവന്മാരും ഓരോന്നിനാ വിളിക്കുന്നേ. അണ്ണാ ദുബായിലല്ലേ, അതുകൊണ്ട് റൂമിലിരിക്കുന്ന VR ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞു ബാബു. കുറച്ച് കഴിഞ്ഞപ്പോ അണ്ണാ ദുബായിലല്ലേ, റൂമിലിരിക്കുന്ന വീൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞു സ്റ്റീവ്. എടാ ഞാൻ പൊളിച്ചു വെക്കണ അത്.
എടാ പി സി എനിക്ക് ഒരു മോണിറ്റർ എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം. അല്ല അടുത്ത ചോദ്യം അതപ്പോ ഇത് തന്നെ 540 ഹെർട്സ് ഇല്ലേ ആ 360 തന്നൂടെ അതെ, 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 അതെ. ആരൊക്കെ കുപ്പിയാതി അണ്ണാ നന്ദി ഇല്ലാത്തരാ എനിക്ക് ആ കുപ്പി മതി. എടാ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാരും എടാ ചന്ദ്ര ഇന്ന് പകുതി പേരും വന്നിട്ടില്ല ഒരു full, അതായത് ഞാൻ പറയട്ടെ എത്ര പേരും 30 സ്ലോട്ടില് 30 പേരും വരണം എവിടെ അടുത്ത മീറ്റിംഗില് 30 പേര് വരണം ചന്ദ്ര. അല്ലാതെ ഒരു കോംപ്രമൈസും ഇല്ല. സീരിയസ് ആയിട്ട് പറയാം, തമാശയൊക്കെ തമാശ 30 പേര് അടുത്ത മീറ്റിംഗിൽ ഉണ്ടാവണം. അടുത്ത 30 പേരും ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് കൂടെ കളിക്കുന്നവരെ നിങ്ങൾ വിളിച്ചോണ്ട് വരണം, നിങ്ങളുടെ ഉത്തരവാദിത്തം. 30 പേര് റേഡിയോയിൽ ഇല്ലെങ്കിൽ ഞാൻ ഗ്രൈൻഡിങ് ടാർഗറ്റ് 40 കോടിയാക്കും. ഒരു സംശയം വേണ്ട. ഇല്ലല്ലേ ചുമ്മാ പറയല്ല, തമാശ പറയല്ല. 50 തമാശയല്ലേ, 50 എല്ലാവരും പറയാം തമാശയല്ല. നിങ്ങളുടെ കൂടെ കളിക്കുന്നവരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിന്റെയൊക്കെ ഉത്തരവാദിത്തം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കയറുക. റേഡിയോയില് മിനിമം 30 പേരില്ലെങ്കിൽ ഗ്രൈൻഡിങ് ടാർഗറ്റ് ഞാൻ ഇരട്ടിയാക്കും.